മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ശത്രുക്കൾക്ക് എത്ര തിരിച്ചടി കിട്ടിയാലും ശത്രുക്കൾ വീണ്ടും വീണ്ടും കണ്ണനെയും മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന എപ്പിസോഡുകൾ തന്നെയാണ് ഇനിയും വരാൻ പോകുന്നത്. എന്തായാലും ദുർഗ മാത്രം ഒരനുഭവം കിട്ടിയപ്പോൾ നല്ലോണം തന്നെ മാറിയിട്ടുണ്ട്. അങ്ങനെ ദുർഗ കണ്ണൻ്റെ കാൽച്ചോട്ടിലിരുന്ന് കരയുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ ദുർഗയോട് നല്ല സ്നേഹവും സഹതാപവും ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, അമ്മയെ എനിക്ക് വിശ്വാസം, ഇനി അമ്മയുടെ സ്വഭാവം പഴയതുപോലെ ആകാതിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ദുർഗ കയ്യിലിരുന്ന ഒരു കവർ കണ്ണൻ്റെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് വാങ്ങിയതാ മോനെ, ഇത് നീ കുഞ്ഞിനെ അണിയിക്കണം, എനിക്ക് അവിടെ വന്ന് അണിയിക്കണം എന്നൊക്കെ ഉണ്ട്. അതിനെന്താ അമ്മയും പോരെ, നൂലുകെട്ട് ചടങ്ങിന് അമ്മയ്ക്ക് നേരിട്ട് കുഞ്ഞിനെ ഇത് അണിയിക്കാമല്ലോ എന്ന് പറയുമ്പോൾ എന്നെ ആർക്കും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല മോനെ. എന്തിനാ പറയണേ, എൻ്റെ മോൾക്ക് പോലും എന്നെ ഇതുവരെ വിശ്വാസമായിട്ടില്ല, ഞാൻ അഭിനയിക്കുവാന്നാണ് മഞ്ജു പറയണേ. അതുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും. എന്തായാലും കുഞ്ഞിൻ്റെ നൂലുകെട്ട് സന്തോഷമായിട്ട് നിങ്ങൾ ആഘോഷിക്കാൻ പോണതല്ലേ, നിങ്ങളുടെ സന്തോഷത്തിന് ഞാനൊരു തടസ്സമാവണില്ല, ഞാനൊരു അപശകുനായിട്ട് അങ്ങോട്ട് വരുന്നില്ല എന്നും പറഞ്ഞാൽ ആ കവർ കൊടുക്കുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ അമ്മ ഇപ്പോൾ പൈസ മുടക്കി ഇതൊക്കെ വാങ്ങിയത്, എന്നാൽ പിന്നെ അമ്മയ്ക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ, ഞാൻ വാങ്ങി തരൂലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മോനെ എനിക്ക് പല പ്രാവശ്യം തന്ന പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ മോനെ, ആ പൈസയിൽ നിന്ന് കുറച്ച് പൈസ എടുത്താൽ ഞാനിത് വാങ്ങിയത്, നമ്മളുടെ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങിയെന്ന് പറയുമ്പോൾ കണ്ണൻ വീണ്ടും പറയുന്നുണ്ട്, അതെന്തിനാ അമ്മ ജ്വല്ലറിയിൽ പൈസ കൊടുത്തത്, എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ പൈസ കൊടുത്തോളൂലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മോനെ, നിൻ്റെ കുഞ്ഞിന് ഞാനായിട്ട് തന്നെ വാങ്ങി തന്നെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ആ കവർ കണ്ണൻ്റെ കൈ കൊടുത്തിട്ട് ദുർഗ തിരികെ നടന്നു പോകുന്നുണ്ട്. ആ സമയം കണ്ണനാണെങ്കിൽ ഇങ്ങനെ ദുർഗയെ നോക്കി നിൽക്കുമ്പോൾ വീണ്ടും ദുർഗ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയ്ക്ക് ഇനിയും സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പം വീണ്ടും ദുർഗ കണ്ണൻ്റെ അടുത്തേക്ക് വന്നിട്ട് വീണ്ടും കണ്ണനോട് മാപ്പ് പറയാണ്, മോനെ ഞാൻ മോനോട് ഒരുപാട് തെറ്റ് ചെയ്തു പോയി, അന്ന് വിശ്വേട്ടന് ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷം ഞാൻ മോനോട് സ്നേഹമായിട്ട് പെരുമാറിയിട്ടേ ഇല്ല, ഉള്ളിൽ വിഷം വെച്ചോണ്ടാണ് ഞാൻ മോനോട് പെരുമാറിയത്, അതിന് കാരണം ആ വാമദേവനും ആ സീമന്തിനിയ, അവരെ എന്നെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് ഉപദേശിച്ചത്, മോനെ എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളെല്ലാം കൈവിട്ടു പോകും, അതുകൊണ്ട് ഒരിക്കലും മോനെ എഴുന്നേറ്റ് നടക്കരുതെന്നും പറഞ്ഞ് അയാളെ എനിക്ക് മരുന്ന് ചേർക്കാനുള്ള മായം കൊണ്ടുവന്ന് തന്നുകൊണ്ടിരുന്നത്, ആ മായം ചേർത്ത് നിനക്ക് തന്നതുകൊണ്ടാണ് നീ അന്നൊന്നും എഴുന്നേറ്റ് നടക്കാതിരുന്നത്, അല്ലെങ്കിൽ നീ അന്നേ എഴുന്നേറ്റ് നടന്നേനേന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, അതൊക്കെ ദൈവനിശ്ചയം അമ്മ, ഞാൻ വീൽ ചെയറിലായതുകൊണ്ടല്ലേ എനിക്ക് മഹിയെ പോലെയുള്ളൊരു ഭാര്യയെ കിട്ടിയത്, ഞാൻ നല്ലോണം നടക്കണ ഒരാളായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ മഹിയെപ്പോലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് അവരുടെ വീട്ടിലേക്ക് കല്യാണം ആലോചിച്ച് പോവില്ലായിരുന്നു. അതുമാത്രമല്ല ആ പ്രതാപൻ ഒരിക്കലും മഹിയെ എനിക്ക് വിവാഹം കഴിച്ച് തരില്ലായിരുന്നു, വേണമെങ്കിൽ അയാളുടെ ആ ദുഷ്ടയായ മോളിലെ കരുണ അവളെ എനിക്ക് വിവാഹം കഴിച്ച് തന്നേന്, അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം എന്തായി തീരുമായിരുന്നു എന്ന് അമ്മയൊന്ന് ഊഹിച്ച് നോക്കിക്കുക, ഇതങ്ങനെ സംഭവിച്ചത് കൊണ്ടല്ലേ എനിക്ക് മഹിയെ ഭാര്യയായി കിട്ടിയത്, മഹി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി എനിക്ക് എഴുന്നേറ്റ് നടക്കാനും പറ്റിയില്ലേ അമ്മേന്ന്. അന്നേരം ഈ ദുർഗ പറയുന്നുണ്ട്, അത് പറഞ്ഞത് നേരെ, മഹാലക്ഷ്മി നല്ല ഭാഗ്യമുള്ള കുട്ടിയാന്ന് പറയുമ്പം അത് അമ്മയ്ക്ക് മഹിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. മഹി ചെറുപ്പം മുതലേ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നത്, നല്ലൊരു ഭക്ഷണം കഴിക്കാനോ നല്ലൊരു വസ്ത്രം ധരിക്കാനോ മഹിക്ക് അവകാശം ഉണ്ടായിരുന്നില്ല, എന്തിനേറെ കരുണയുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും തല്ലും എല്ലാം കൊണ്ടാണ് മഹി വളർന്നുകൊണ്ടിരുന്നത്, അവളെ സ്നേഹിക്കാൻ അവളുടെ അമ്മ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മഹി അനുഭവിച്ച കഷ്ടപ്പാടിനുള്ള പ്രതിഫലമായിട്ടാണ് ദൈവം അവൾക്കിന്ന് നല്ലൊരു ജീവിതം കൊടുത്ത്. മഹി ഇവിടെ വന്നതിന് ശേഷവും മഹിക്ക് എന്തോരം പരീക്ഷണങ്ങൾ നേരിടേണ്ട വന്നു. വിവാഹം കഴിഞ്ഞ് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെയല്ലേ ആ മേഘനാഥൻ ഒരുത്തനെ ഞങ്ങളുടെ റൂമിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അത് മഹിയുടെ ജാരനാന്ന് പറഞ്ഞത്, അന്ന് നിങ്ങളെല്ലാവരും മഹിയെ ഉപേക്ഷിക്കാൻ പറഞ്ഞ് എന്നെ ഒരുപാട് നിർബന്ധിച്ചതല്ലേ. അന്നേരം ദുർഗ പറയുന്നുണ്ട്, മോനെ എല്ലാത്തിനും മാപ്പ്, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് കണ്ണൻ്റെ മുന്നിൽ ഇങ്ങനെ കൈ കൂപ്പി നിന്ന് കരയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അമ്മ ഇനി കരയൊന്നും വേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി എന്തായാലും അമ്മ പഴയ സ്വഭാവത്തിലേക്ക് പോവാതിരുന്നാൽ മതി. അന്നേരം ദുർഗ പറയുന്നുണ്ട്, ഇനി ഞാൻ മരണം വരെ പഴയ സ്വഭാവത്തിലേക്ക് പോവില്ലടാ, പക്ഷേ ഉണ്ണിയുടെ കാര്യം അങ്ങനെയല്ല, ഉണ്ണി ഒരിക്കലും മാറുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതിന് കാരണക്കാരി അമ്മയും അമ്മയുടെ ആങ്ങളെയും ആങ്ങളയുടെ മോനും, അവനെ ചെറുതിലേ മുതൽ അമ്മ സ്വത്തിനും പണത്തിനും ആർത്തി പിടിപ്പിച്ചാണ് വളർത്തിയത്, അതുകൊണ്ട് അവൻ്റെ സ്വഭാവം ഇപ്പോഴും മാറാത്ത, ഇപ്പം തന്നെ കണ്ടില്ലേ അവൻ കരുണയുടെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് എല്ലാ സമ്പാദ്യവും വാങ്ങിയെടുത്തു, എന്നിട്ട് ഇപ്പോഴും അവനക്ക് വീണ്ടും നഷ്ടപരിഹാരം വേണമെന്നല്ലേ അവൻ പറയണത്, അതുമാത്രമാണോ കരുണയ്ക്ക് വേണ്ടി 5 പൈസ ചിലവാക്കാനും അവൻ തയ്യാറല്ല എന്ന്. ഇത് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്, എടാ നീ മോഹിനിയോട് സംസാരിക്കടാ, എന്ത് സംസാരിക്കാനാ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലേ മോഹിനിയോട് നമ്മളുടെ കുഞ്ഞിൻ്റെ കാര്യവും കേസിൻ്റെ കാര്യമൊക്കെ ഒന്ന് സംസാരിക്കാൻ, അവൾ കണ്ണനോടും മഹാലക്ഷ്മിയോടും പറഞ്ഞാൽ അവരെന്തായാലും അവളുടെ വാക്ക്
തള്ളിക്കളയൂലാണ്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, അവളോട് സംസാരിച്ചിട്ട് പ്രത്യേക കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നണില്ല. ഇപ്പം തന്നെ അവൾ കർണമോളോട് വരെയും ഭയങ്കര ദേഷ്യത്തിലാണ്. അന്ന് മഹാലക്ഷ്മീനെ സ്റ്റെപ്പിൽ നിന്ന് കർണമോൾ തള്ളിയിട്ടതോടുകൂടി അവൾക്ക് മോളോട് ഇപ്പോൾ സ്നേഹമൊന്നും ഇല്ലാണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാടാ, എന്നാലും നീ ഒന്ന് സംസാരിക്കുക, എങ്ങനെയെങ്കിലും തഞ്ചത്തി പറഞ്ഞ് അവളെയും കൊണ്ട് സമ്മതിപ്പിക്കുക. ഈ സ്വത്തൊക്കെ പോയി കഴിഞ്ഞാൽ കർണമോൾക്ക് ഒന്നും ഇല്ലാണ്ടാവണത്. കർണമോൾ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഈ സ്വത്തുക്കൾ കേസ് നടത്താൻ വേണ്ടി വിറ്റാലും എൻ്റെ സ്വത്തുക്കൾ ഉണ്ടല്ലോ എന്നാൽ അതും ഉണ്ണിക്ക് കൊടുത്തെന്ന് അറിഞ്ഞാൽ പിന്നെ എൻ്റെ കുഞ്ഞ് ജീവനോടെ ഇരിക്കില്ലടാ, നമ്മുടെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യുമെന്ന്. ആ സമയം പ്രതാപൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ മോഹിനിയോടൊന്ന് സംസാരിക്കാം, പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന്. അങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുമ്പം മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനിയെ കണ്ടതും വേഗം തന്നെ പ്രതാപനും അമ്മയും അവരുടെ സംസാരം നിർത്തുന്നുണ്ട്. ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, സംസാരം നിർത്തി എന്താ, എന്നെ കണ്ടോണ്ടാണോ അതോ ഇനി അടുത്ത കൊലപാതകം ഗൂഢാലോചന നടത്തുവാണോ എന്ന് ചോദിക്കുമ്പം, നീ എന്തൊക്കെയാ മോഹിനി ഈ പറയണേ, ഞങ്ങളിനി ആരെ കൊല്ലാനാ, ഇപ്പം തന്നെ ഒരു കൊലപാതകം നടത്തിയതിൻ്റെ ശിക്ഷ ഞാനും ഇവനും ഞങ്ങളുടെ കുഞ്ഞും അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, പൈസയ്ക്ക് വേണ്ടിയല്ലേ ഒരു ജീവനെടുത്തത്, അപ്പോൾ ഇതുപോലെ തന്നെ അനുഭവിക്കണം, ഒരാളുടെ ജീവനെടുത്തപ്പോൾ അതൊന്നും തോന്നിയില്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അന്ന് ഇവനക്കൊരു അബദ്ധം പറ്റിയതാ മോഹിനി, അതിന് നീ ഇങ്ങനെ അവനെ കുത്തി നോവിക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഇപ്പം ജയിലിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ, അത് മാത്രമാണോ, വരുന്ന വഴിക്ക് ആ മാർക്കോയുടെ ഇന്നും കണക്കിന് കിട്ടിയെന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ദുഷ്ടന്മാർക്ക് എവിടെ നിന്നാണെങ്കിലും കിട്ടും, അത് കിട്ടാതിരിക്കുമൊന്നുമില്ല, എന്തായാലും മാർക്കോയുടെ കയ്യിൽ നിന്ന് കിട്ടിയെങ്കിൽ അത് കണക്കായി പോയിന്ന്. അന്നേരം ഈ പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ മോഹിനിയോട് പറയുന്നുണ്ട്, എടി മോഹിനി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന്, എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ, അത് വേറെ ഒന്നുമല്ലടി, കണ്ണൻ നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ സ്വത്തും സ്ഥലവും എല്ലാം പോവും, അതുകൊണ്ട് നീ കണ്ണനോടും മഹാലക്ഷ്മിയോടും ഒന്ന് സംസാരിച്ച് ആ കേസൊന്ന് പിൻവലിക്കാൻ പറയണം. അന്നേരം മോഹിനി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും കണ്ണനോട് അങ്ങനെ പറയില്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല, കാരണം നിങ്ങളായിട്ട് കണ്ണൻ്റെ അച്ഛനെയാണ് കൊന്നത്, അമ്മ ഇല്ലാതിരുന്നൊരു കുഞ്ഞായിരുന്നു, അതുമാത്രമാണോ 20 വർഷത്തോളം കണ്ണൻ അതുകൊണ്ട് തന്നെ വീൽ ചെയറിലാണ് നടന്നത്, എന്നിട്ടും നിങ്ങൾ അവനെ വെറുതെ വിട്ടോ, മഹാലക്ഷ്മീനെ വിവാഹം കഴിച്ചതിന് ശേഷം കണ്ണനെയും ലക്ഷ്മിമോളെയും കൊല്ലാനായിട്ട് എത്ര പ്രാവശ്യം ശ്രമിച്ചു, അതൊക്കെ മറന്നിട്ട് ഞാനെങ്ങനെയാണ് കണ്ണനോട് കേസ് പിൻവലിക്കാൻ പറയണേന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, കേസ് പിൻവലിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റോട്ടിലിറങ്ങി തെണ്ടേണ്ട വരും, ഇതിപ്പോൾ എൻ്റെ സ്വത്ത് മാത്രമല്ല അമ്മയുടെ സ്വത്തും പോകുന്നു. അന്നേരം ഈ മോഹിനി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ അമ്മയുടെ സ്വത്ത് പോണത്, നിങ്ങളുടെ സ്വത്തല്ലേ കേസ് നടത്തി പോകുള്ളൂ എന്ന് ചോദിക്കുമ്പം, എടി മോഹിനി, അതിന് വേറൊരു പ്രശ്നമുണ്ട്, അമ്മ സ്വത്തെല്ലാം ഉണ്ണിക്ക് എഴുതി കൊടുത്തതിന് ശേഷം ഉണ്ണി കർണമോളെ വിളിച്ചുകൊണ്ടുപോയിരുന്നു. അത് കേട്ടതും മോഹിനിയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് മോഹിനി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാണ്ടായിപ്പോയോ, ഉണ്ണിയുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ടല്ലേ അമ്മ അങ്ങനെ ചെയ്തത്, അവനാണെങ്കിൽ സ്വത്തിനും മുതലിനും മാത്രം പ്രാധാന്യം കൽപ്പിക്കണം, അല്ലാതെ അവനക്ക് കുടുംബ ബന്ധത്തിനൊന്നും ഒരു പ്രാധാന്യമില്ല, അതുപോലെ കർണമോളോട് അവനക്ക് പ്രത്യേകിച്ച് സ്നേഹമുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല, അവൻ കർണമോളെ വിവാഹം കഴിച്ചത് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള സ്വത്ത് കണ്ടിട്ടാണ്, അങ്ങനെയുള്ള അവന് എന്തർത്ഥത്തിൽ അമ്മ സ്വത്തൊക്കെ എഴുതി കൊടുത്തേന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു അബദ്ധം അമ്മ ചെയ്തു പോയി, ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ കർണമോൾ മുത്തശ്ശിയുടെ സ്വത്തുണ്ടെന്നും പറഞ്ഞുകൊണ്ടായിരിക്കണേ, ഇനി അതും ഇല്ലയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞ് എന്തായാലും ആത്മഹത്യ ചെയ്യൂടി എന്ന് പറയുമ്പം ഈ മോഹിനി പറയുന്നുണ്ട്, അതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അമ്മയും മോനും ഒന്നും ചിന്തിക്കാതെ ഓരോന്ന് ചെയ്തു വെച്ചതിന് ഞാനെന്ത് ചെയ്യാനാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുന്ന സമയത്ത് കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. കരുണ വന്നതും ഉണ്ണിയോട് പറയുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളുടെ ഏട്ടൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാ നാളെ, എന്നിട്ട് ഏട്ടൻ നിങ്ങളെ വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം, അയാൾ എന്തിനാ എന്നെ വിളിക്കണേ, അഥവാ വിളിച്ചാലും ഞാൻ പോകുമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ, ഓ വിളിച്ചാൽ പോണേ എങ്ങനെയാണ്, ഈ വീൽ ചെയർ ഉന്തിക്കൊണ്ട് വേണ്ടേ നിങ്ങൾക്ക് പോവാൻ, അത് മാത്രമല്ല ഇവിടുന്ന് അമ്മയും പോകണില്ല എന്നാണ് പറഞ്ഞത്. അന്നേരം ഉണ്ണി ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മ പോവാത്തതെന്ന് ചോദിക്കുമ്പോൾ, അമ്മേനെ മഞ്ജുവിനൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇനി അമ്മ ചെന്ന് അവിടെ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതി അമ്മ പോവാത്ത, കണ്ണേട്ടനെ അമ്മേനെ വിളിക്കുകയും ചെയ്തു, പക്ഷേ നിങ്ങളുടെ അമ്മ കുഞ്ഞിന് ഒരുപാട് സ്വർണ്ണാഭരണങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഉണ്ണി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അമ്മ കുഞ്ഞിന് സ്വർണ്ണം മേടിച്ച് കൊടുത്ത്, അയാൾക്ക് ജ്വല്ലറി ഉള്ളതല്ലേ, പിന്നെ അമ്മ എന്തിനാ മേടിച്ച് കൊടുക്കണേന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല, എന്തായാലും ഉണ്ണിയേട്ടൻ്റെ അമ്മ കുറേ സ്വർണ്ണാഭരണമൊക്കെ മേടിച്ച് മഹാലക്ഷ്മിയുടെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി കണ്ണേട്ടൻ്റെ കൊടുത്തിട്ടുണ്ട്, ഞാനിവിടെ അമ്മയാവാൻ പോവാന്ന് പറഞ്ഞിട്ട് അമ്മ ഇതുവരെ എനിക്ക് സ്നേഹത്തോടു കൂടി ഒരു പലഹാരം വരെ ഉണ്ടാക്കി തന്നിട്ടില്ല, എനിക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിക്കുക വരെയും ചെയ്തിട്ടില്ല, ഇപ്പോൾ അമ്മയ്ക്ക് സ്നേഹം മൊത്തം ആ ലക്ഷ്മിയോടും കുഞ്ഞിനോടും കണ്ണേട്ടനോടും. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, അതിനൊക്കെ കാരണക്കാരൻ നിൻ്റെ അച്ഛനല്ലേടി, നിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ കൊന്നതുകൊണ്ടല്ലേ അമ്മയുടെ സ്വഭാവം മാറിയത്, ഇല്ലെങ്കിൽ ഇപ്പോഴും നിനക്ക് രാജകുമാരിയെ പോലെ ഇവിടെ ജീവിക്കായിരുന്നല്ലോ എന്ന്. അന്നേരം ഈ കരുണ പറയുന്നുണ്ട്, അതൊക്കെ എത്ര വർഷം മുമ്പ് സംഭവിച്ചു പോയതാ ഉണ്ണേട്ടാ, അന്ന് ഞാൻ ചെറുതായിരുന്നില്ലേ, അതിനെ എന്നെ കുറ്റപ്പെടുത്തണേ എന്തിനാന്ന് ചോദിക്കുമ്പം, അന്ന് നീ ചെറുതായിരുന്നു, പക്ഷേ കണ്ണേട്ടൻ ഈ സത്യങ്ങൾ അറിഞ്ഞിട്ടും കണ്ണേട്ടൻ കേസിനൊന്നും പോവാതിരുന്നതല്ലേ, എന്നിട്ട് നിന്നെ കൊണ്ട് മഹാലക്ഷ്മിയും കണ്ണനും ഇവിടെ പണി എടുപ്പിച്ചുകൊണ്ടിരുന്നപ്പം നീ അത് സഹിക്കാൻ പറ്റാതെ മഹാലക്ഷ്മിയെ സ്റ്റെപ്പിൽ നിന്ന് തള്ളി താഴെ ഇട്ടതുകൊണ്ടല്ലേടി കണ്ണേട്ടൻ കേസിന് പോയത്, അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരി നീ തന്നെയാണ്. അത് കേട്ടതും കരുണ പറയുന്നുണ്ട്, പിന്നെ എന്നെ ഇവിടെ ഇട്ട് അത്രമാത്രം
ഇത്രമാത്രം കഷ്ടപ്പെടുത്തിയാൽ ഞാൻ അനങ്ങാതിരിക്കണം എന്നാണോ നിങ്ങൾ പറയണേന്ന് ചോദിക്കുമ്പോൾ ഇനിയും നീ കഷ്ടപ്പെടാനിരിക്കണുള്ളൂ. ആ മഹാലക്ഷ്മിയും കുഞ്ഞും വന്നു കഴിയുമ്പം ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യേണ്ടത് നീയായിരിക്കും. അതുമാത്രമല്ല മിക്കവാറും മഹാലക്ഷ്മി വന്നു കഴിയുമ്പം നിന്നെ എന്നെ ഇവിടുന്ന് പുറത്താക്കുമെന്നാണ് തോന്നണേന്ന്. അന്നേരം കരുണ പറയുന്നുണ്ട്, പുറത്താക്കിയെന്ന് വിചാരിച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് താമസിക്കാൻ എൻ്റെ മുത്തശ്ശിയുടെ വീടുണ്ട്, ഞാൻ അവിടെ പോയി താമസിക്കും. പിന്നെ ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ജോലിക്ക് പോയാൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നോളും. ഇപ്പോഴാണെങ്കിൽ എനിക്കൊരു വീട്ടിലെ പണികളൊക്കെ എടുക്കാനറിയാം. പണ്ട് എനിക്ക് ഒരു ജോലി അറിയില്ലായിരുന്നു. അന്ന് ആ ലക്ഷ്മിയും കണ്ണനും എന്നെയും കൊണ്ട് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യിപ്പിച്ചതോടുകൂടി ഒരു വീട്ടിലെ പണികളെല്ലാം ഞാൻ പഠിച്ചു എന്ന്. അത് കേട്ടതും ഉണ്ണി പറയുന്നുണ്ട്, അപ്പം നിനക്കത് ഉപകാരമായി വന്നു, എന്നാലും നീ മഹാലക്ഷ്മിയെ ഉന്തി കിട്ടിയില്ലേടിയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിയും കുഞ്ഞും ഇങ്ങനെ ഇരിക്കുമ്പം ലേഖ അങ്ങോട്ട് വരുന്നുണ്ട്. ലേഖ വന്നിട്ട് ഒരു കവറ് മഹാലക്ഷ്മിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ലേഖയെന്ന് ചോദിക്കുമ്പം ഇതിൽ നിറച്ചും കുഞ്ഞിനുള്ള ആഭരണങ്ങളാണ്. ഇതെന്തിനാ ലേഖ ഇത്രമാത്രം ആഭരണങ്ങളൊക്കെ വാങ്ങിയേ? എന്തായാലും കണ്ണേട്ടനും ആഭരണങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് കണ്ണേട്ടൻ്റെ കുഞ്ഞിന് കൊടുക്കണതല്ലേ, ഇത് ഞങ്ങൾ കണ്ണേട്ടൻ്റെ കുഞ്ഞിന് കൊടുക്കണതാ, അത് വേണ്ടാന്ന് മഹി പറയണ്ടാന്ന്. അങ്ങനെ മഹാലക്ഷ്മി ആ കവറ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് കുഞ്ഞിനുള്ള അരഞ്ഞാണോ മാലയും വളയും തളയും എല്ലാം ഉണ്ട്. അത് കണ്ടിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തിനാ ലേഖ ഇതെല്ലാം വാങ്ങിയത്, എന്തെങ്കിലും ഒന്ന് വാങ്ങിയാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് മഹിയാണോ തീരുമാനിക്കണേ, ഇത് ഞങ്ങളുടെയും കൂടെ കുഞ്ഞല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞങ്ങളുടെ കുഞ്ഞിന് വാങ്ങി കൊടുക്കുമെന്ന്. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണൻ വന്നതും മഹാലക്ഷ്മിയോടും ലേഖയോടുമായിട്ട് പറയുന്നുണ്ട്, കുഞ്ഞിനൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്ത് സമ്മാനമാണെന്ന് ചോദിക്കുമ്പം തളയോ വളയോ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്, ഇത് ആര് തന്നതാ കണ്ണേട്ടാന്ന് ചോദിച്ചതും അമ്മ തന്നു വിട്ടതാന്ന് പറയണം. അന്നേരം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മ കണ്ണേട്ടൻ്റെ ഇത് തന്നു വിട്ടേ, അപ്പോൾ കുഞ്ഞിൻ്റെ നൂലേട്ടിന് അമ്മ വരില്ലേന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് വരാനൊരു മടിയാണ്. ഒന്നാമത് ലേഖയ്ക്കും അനന്തൂനൊന്നും അമ്മയോട് ഇഷ്ടമല്ലല്ലോ, അതുമാത്രമല്ല മഞ്ജുവിനും അമ്മയെ ഇതുവരെ വിശ്വാസമായിട്ടില്ല. അതുകൊണ്ട് നല്ലൊരു ചടങ്ങ് നടക്കുമ്പം ഞാൻ വന്ന എല്ലാവരുടെയും സന്തോഷം കളയണില്ല എന്നും പറഞ്ഞ് അമ്മ ഇതെൻ്റെ ഈ തന്നു വിട്ടതാണ്. അന്നേരം ലേഖ ചോദിക്കുന്നുണ്ട്, ഇതും ഇനി അവരുടെ അഭിനയമാണോ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം ഇല്ല ലേഖ, ഒരിക്കലും അല്ല, അമ്മ പഴയതുപോലെ ഒന്നും അല്ല, ഇപ്പോൾ ശരിക്കും മാറി, എൻ്റെ വിശ്വാസം മൊത്തം അമ്മ മാറിയെന്ന് തന്നെയാണെന്ന് പറയുമ്പം ലേഖ പറയുന്നുണ്ട്, കണ്ണേട്ടനെ അങ്ങനെയും വിശ്വസിച്ചുകൊണ്ടിരുന്നോ, എന്നിട്ട് അവരെന്തെങ്കിലും ഒരു പണി തരുമ്പോഴാണ് കണ്ണേട്ടന് മനസ്സിലാവുള്ളൂ. ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം അവർ കണ്ണേട്ടൻ്റെ മുന്നിൽ നിന്ന് ഇതുപോലെ അഭിനയിച്ചേക്കണു. അന്ന് കണ്ണേട്ടനും മഹിയും വിശ്വസിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും ദുരന്തങ്ങളൊക്കെ ഉണ്ടായത്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, അന്നൊക്കെ അമ്മ അത് അഭിനയിച്ചത് തന്നെയാണ്, പക്ഷേ ഇന്ന് അമ്മ ശരിക്കും മാറിയിട്ടുണ്ട്, എനിക്ക് അമ്മയെ വിശ്വാസമാണ്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കും തോന്നണത് അമ്മ മാറിയെന്ന് തന്നെയാണ്. എന്തായാലും മഞ്ജുവിനും മറ്റുള്ളവർക്കും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അമ്മയും കൂടി വരാത്തേന്ന്. അങ്ങനെ ഈ കണ്ണനാണെങ്കിൽ കവറ് മഹാലക്ഷ്മിയുടെ കൊടുത്തതും മഹാലക്ഷ്മി ആ കവറ് തുറന്ന് അതിൽ നിന്നുള്ള ആഭരണങ്ങൾ എടുത്ത് നോക്കിയിട്ട് കണ്ണനോട് പറയുന്നുണ്ട്, നല്ല ഭംഗിയുള്ള ആഭരണങ്ങളാണല്ലോ, അമ്മയുടെ സെലക്ഷനൊക്കെ സൂപ്പറാന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും പണ്ട് മുതലേ അമ്മ എന്തെങ്കിലും സെലക്ട് ചെയ്താൽ നല്ലത് മാത്രമേ സെലക്ട് ചെയ്യാറുള്ളൂ, ഇതിപ്പോൾ അമ്മ നമ്മളുടെ ജ്വല്ലറിയിൽ നിന്ന് തന്നെ മേടിച്ചതാ. കണ്ണേട്ടന് ഇതിന് പൈസ കൊടുത്തോ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം ഇല്ല മഹി, പൈസയൊന്നും ഞാൻ കൊടുത്തില്ല, ഞാൻ ഇടയ്ക്ക് അമ്മയ്ക്ക് പൈസ കൊടുക്കാറുണ്ടല്ലോ, ആ പൈസയെല്ലാം അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് വാങ്ങിയതാണെന്നാണ് പറഞ്ഞത്. അന്നേരം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ കണ്ണേട്ട അമ്മയെ കൊണ്ട് പൈസ കൊടുപ്പിച്ച, കണ്ണേട്ടനെ പൈസ കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാനത് പറഞ്ഞു മഹി, അപ്പോൾ അമ്മ പറഞ്ഞത് അമ്മയുടെ പൈസയ്ക്ക് തന്നെ കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങി തന്നെന്ന്. എന്തായാലും എനിക്കത് നിഷേധിക്കാൻ തോന്നിയില്ലാന്ന്. അത് കേട്ടതും മഹാലക്ഷ്മി ഇങ്ങനെ സന്തോഷത്തോടുകൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ദുർഗ മാറിയെങ്കിലും ഉണ്ണി, പ്രതാപന, വാമദേവനൊന്നും ഇതുവരെ മാറിയിട്ടില്ല. അതുപോലെ കരുണയും മാറിയിട്ടില്ല. ഇനി വരുന്ന എപ്പിസോഡുകളിൽ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ജീവിതം കണ്ട് സഹിക്കാൻ പറ്റാതെ കരുണ ഓരോരോ ക്രൂരതകൾ ചെയ്യുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.